ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. കാണാത്തവരെന്തായാലും കാണട്ടെ. മാക്സിമം ഷെയർ ചെയ്യണം. 14 സംസ്ഥാനങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം പേർ പിടിയിലായത്. അതിൽ 2 പേർ മലയാളികളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വാർത്തയിൽ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ നിന്ന് ജിഷ്ണുവിന് കിട്ടുന്ന മറ്റു പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പഞ്ചാബിൽ പിടിയിലായ ലഷ്കർ ഇ തോയ്ബ ഭീകരരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ഓപ്പറേഷൻ രാജ്യത്ത് സുരക്ഷാ ഏജൻസികൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകം, ഈ ഭീകരർ സ്വാതന്ത്ര്യ ദിനത്തിൽ വിവിധ സ്ഥലങ്ങൾ, അതായത് റെയിൽവേ സ്റ്റേഷൻ, പൊതു ഇടങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഫോടന പരമ്പരകൾ നടത്താനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടത്. അത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വഴി ലഭിച്ചിരുന്നു. അവരെ നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഷെഹസാദ് ബാട്ടി ഭീകര സംഘമായിരുന്നു. അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, എന്തെല്ലാം ചെയ്യാം, എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ ഭീകരർ ഓരോരുത്തർക്കും ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ച് അവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടികളാണ് നമുക്ക് നോക്കിക്കാണുന്നത്. ഈ ഭീകരരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട്